ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. 9th സ്റ്റാൻഡേർഡിലെ ഹിന്ദി പുതിയ പാഠപുസ്തകമാണ്. 2024 മാറിയ പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ലെസൺസിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി. ആദ്യത്തെ യൂണിറ്റ് ആണ് ഇക്കായി ഏക്കാണ്. അതിലെ ആദ്യ പാഠം വരുന്നത് ചട്പട്ട് ഔർ നട്ട്കട്ട് ആണ്. ചട്പട്ട് ഔർ നട്ട്കട്ട് ഒരു കഹാനിയാണ്. രമേശ് ഉപാധ്യായ ആണ് ഇതിൻ്റെ രചനാക്കാർ, ഓദർ. ഓക്കെ, അപ്പോൾ ചട്പട്ട് ഔർ നട്ട്കട്ട് എന്നുള്ളത് നമ്മൾ 2 ക്ലാസ്സുകളായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ പാർട്ട് 1 ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ ആണ്, മലയാളം മീനിങ്സ് മലയാളത്തിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇക്കായി ഏക്കാണ്, നമുക്ക് നോക്കാം. ചട്പട്ട് ഔർ നട്ട്കട്ട് ആണ്, 2 കുട്ടികളാണ് ചട്പട്ട് ഔർ നട്ട്കട്ട് എന്നുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം. ഏക് താ ചട്പട്ട് ഏക് താ നട്ട്കട്ട്. ഒരാൾ ചട്പട്ട്, ഒരാൾ നട്ട്കട്ട് ആണ്. ചട്പട്ട് ബഡാത്ത, ചട്പട്ട് വലിയ കുട്ടി, ചട്പട്ട് നട്ട്കട്ട് ചോട്ട, ചെറിയ ആളുടെ പേരാണ് നട്ട്കട്ട്. ബഡ കേവൽ 2 സാൽ ബഡാത്ത. അപ്പോൾ മൂത്ത കുട്ടി 2 വയസ്സിന് മാത്രമേ ഇവർ തമ്മിൽ ഗ്യാപ്പ് ഉള്ളൂ. 2 വയസ്സ് മൂത്തതാണ് ആദ്യത്തെ ആള്. ചോട്ട കേവൽ 2 സാൽ ചോട്ട, രണ്ടാമത്തെ ആൾ 2 വയസ്സിന് ഇളയതാണെന്ന് നമുക്ക് പറയാം. ദോനം സ്കൂൾ മേം പഠിത്തേത്തെ, രണ്ടാളും സ്കൂളിൽ പഠിക്കുന്നു. ചട്പട്ട് പാഞ്ച്വി മേം, ചട്പട്ട് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. നട്ട്കട്ട് തീസരി മേം, 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ ചട്പട്ട് ആദ്യത്തെ കുട്ടിയാണ്, നട്ട്കട്ട് രണ്ടാമത്തെ കുട്ടിയാണ്. ചട്പട്ട് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലും നട്ട്കട്ട് 3ാം ക്ലാസ്സിലും. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. രണ്ടാളും സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒരുമിച്ചാണ്. വേ ഏക് ഗാവ് മേ രഹത്തെ തെ, അവരൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഗാവ് ഗ്രാമം. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, ഇവരുടെ സ്കൂള് ഇവരുടെ ഗ്രാമത്തിലല്ല. ദൂർ ദൂസരെ ഗാവ് മേ തെ, ദൂരെ വേറൊരു ഗ്രാമത്തിലാണ്. വഹാബ് തക് പൈദൽ ജാന പഠിത്താത്ത और പൈദൽ ഹി വാപ്പസ് ആന പഠിത്താത്ത, അവിടെ വരെ നടന്ന് തന്നെ പോണം, തിരിച്ചും ഇവർ നടന്ന് തന്നെയാണ് വരാറ്. ജാത്തെ സമയ രാസ്തമേ ഉനെ കൈ ചീസേ മിൽത്തി തി. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക്, ഇപ്പം നിങ്ങളാണെങ്കിലും സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. തിരിച്ചു വരുന്ന സമയത്തും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും അല്ലേ. ഇവർ എന്തൊക്കെയാണ് കാണുന്നത്? പോക്കർ, ബർക്കത്ത്, ഗേത്, ബാഗ്, നാല ഓർ നദി, ഇതെല്ലാം കണ്ടിട്ടാണ് ഇവർ പോകുന്നത്. എന്തൊക്കെയാണ് ഇവർ കാണുന്നത്? കുളങ്ങൾ, അതുപോലെ മരങ്ങൾ, ആൽമരങ്ങൾ, വയലുകൾ, പൂന്തോട്ടങ്ങൾ, അരുവി, നദികൾ, ഇതെല്ലാം കാണുന്നുണ്ട്. വാപ്പസ് ആനെ പർ ഭി രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി തി, തിരിച്ചു വരുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇവർ കാണുന്നുണ്ട്. നദി, നാല, ബാഗ്, ഗേത്, ബർക്കത്ത് ഓർ പോക്കർ, തിരിച്ചു വരുമ്പോഴും ഇതുപോലെ എല്ലാ ഐറ്റംസും ഇവർ കാണുന്നുണ്ട്. ചട്പർ തേസ് തേസ് ചൽത്ത, ചട്പട്ട് തേസ് തേസ് ചൽത്താ ത, നട്ട്കട്ട് ധീരെ ധീരെ. ചട്പട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും, നട്ട്കട്ട് ആണെങ്കിലോ പതുക്കെ നടക്കുള്ളൂ. ചട്പട്ട് ബർക്കത്ത് തക് പहुंच जाता तब तक नटखट पोकर तक ही पहुंचा होता. അപ്പോൾ നമ്മളുടെ ചട്പട്ട് ആൽമരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മറ്റേ കുട്ടിയോ, അവൻ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ചട്പട്ട് തോട്ടത്തിലെത്തുമ്പോൾ നട്ട്കട്ട് വയലുകളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ചട്പട്ട് നദിയിലെത്തുമ്പോൾ നട്ട്കട്ട് അരുവിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ओके, चटपट बाग तक पहुंचा तब तक नटखट गेट तक ही पहुंचा होता. चटपट नदी तक पहुंचा तब तक नटखट नाले तक ही पहुंच होता. അപ്പോൾ ചട്പട്ട് നദിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നട്ട്കട്ട് എവിടെ എത്തിയിട്ടുണ്ടാവും? കുളത്തിൻ്റെ അവിടെ ആയിരിക്കും. മാക്കി ഹിദായത്തിക്ക് ചട്പട്ട് കോ ചോട്ടി ബായി കാ ധ്യാൻ രഖ്നാ ഹെ. അപ്പോൾ അമ്മ പറയുന്നത് ചട്പട്ടാണല്ലോ മൂത്ത കുട്ടി, അപ്പോൾ ചട്പട്ട് എന്ത് ചെയ്യണം? നട്ട്കട്ടിനെ ശ്രദ്ധിക്കണം. നട്ട്കട്ട് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹെ, നട്ട്കട്ടിനെ കൂടെ തന്നെ നിർത്തണം എന്നാണ് അമ്മ പറയാറ്. इसलिए चटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചട്പട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നടക്കുകയാണെങ്കിൽ ബാക്കിലാണ് നട്ട്കട്ട് വരുന്നതെങ്കിൽ ഇവനെ നോക്കി തിരിഞ്ഞു നോക്കിയാണ് പോവാറ്. उन्हें नटखट को पुकार कर जल्दी चलने के लिए कहना पड़ता.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചട്പട്ട് എന്ത് ചെയ്യും, നട്കട്ടിനെ വിളിച്ചിട്ട് വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാർ ബാർ റുക്കർ നട്കട്ട് കോ ഇന്തസാർ കർണ പടുത്ത. പിന്നെയോ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നോക്കിയിട്ട് അവനെ വെയിറ്റ് ചെയ്യണം. അവൻ ബാക്കിൽ പതുക്കെ വരുള്ളൂ, അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യണം. कभी स्कूल जाने के लिए देरी होती देख नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. ചിലപ്പോൾ സ്കൂളിലോട്ട് സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ പോകാൻ ലേറ്റ് ആയാൽ നട്കട്ടിനെ കൈയും പിടിച്ച് ഓടണം. ചട്പട്ട് പരേഷാൻ ഹോ ജാത്ത ഓർ ഘർ ലൗട്ട്കർ മാ സെ ശിക്കായത് കർത്ത. അപ്പോൾ ചട്പട്ട് ഇവൻ സ്ലോ ആണ്, കുറച്ചിങ്ങനെ എല്ലാം നോക്കി നിന്നിട്ടേ വരൂ. അപ്പോൾ ഒരു ദിവസം ചട്പട്ട് വീട്ടിൽ പോയിട്ട് അമ്മയോട് കംപ്ലൈൻറ്റ് പറയാണ്, മാ ഛോട്ടാ ബഹുത് പരേഷാൻ കർത്താ ഹേ. ചെറിയ ആള് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഛോട്ടാ ഹേന മാ മുസ്കറ ദേത്തി. ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അമ്മ പുഞ്ചിരിക്കും. ഓർ ബഡേക്കോ തോ ഛോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. അപ്പോൾ വലിയ ആള് ചെറിയ ആളെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന് അമ്മ പറയും. ചട്പട്ട് ജുഞ്ചലാത്ത പർ കുച്ച് ഖ ന പാത്ത. അപ്പോൾ ചട്പട്ടിന് ദേഷ്യം വരും, പക്ഷെ എന്ത് ചെയ്യും, ഒന്നും പറയാൻ കഴിയില്ല. വലിയ കുട്ടിയല്ലേ, ബടാത്ത. ചോട്ടേക്ക ധ്യാൻ തോ ഉസേ രഖ്നാഹിത്ത. ചെറിയ കുട്ടിയുടെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ലേക്കിൻ ഉസേ ലഗ്താ കി നട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്കട്ട് ഹെ. അപ്പോൾ അവന് തോന്നി ഈ നട്കട്ട് എന്ന് പറയുന്ന കുട്ടി കുറച്ച് അധികം വികൃതി കാണിക്കുന്നുണ്ട്. നട്കട്ട് പറഞ്ഞ വികൃതിയാണ് കേട്ടോ, കുറച്ച് അധികം വികൃതിക്കാരനാണ്. रास्ता चलते रुककर पोकर के पानी के अंदर की मछलियाँ और पानी के ऊपर की बतखें देखने लगता है. അപ്പോൾ ഇവർ എന്താണ്, പോണ വഴിക്ക് നിർത്തിയിട്ട് കുളത്തിലെ മത്സ്യങ്ങളെയും അതുപോലെ വെള്ളത്തിലെ മുകളിലൂടെ താറാവുകൾ പോകുന്നുണ്ട്, താറാവുകളെ നോക്കും. ഓക്കെ, ഇതൊക്കെ നോക്കിയിട്ടാണ് പോകണത് കേട്ടോ. ബർക്കത്ത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ചടേ പക്കഡ്കർ ജൂൽനെ ലഗ്താ ഹെ. പിന്നെ അതുപോലെ തന്നെ ആലാണ് ഈ ബർക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആലിൻ്റെ വേരുകൾ വരുമല്ലോ, വേര് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വരുന്ന ഈ ആൽമരത്തിൻ്റെ വേരുകളിലൊക്കെ പിടിച്ച് ആടും ഈ നട്കട്ട് കേട്ടോ. അതൊക്കെ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ആടും. ഗേത് മേ ഗുസ്കർ ഗാനയ്ക്ക് കോയി ചീസ് ഗോഷ്നെ ലഗ്താ ഹെ. അതുപോലെ വയലിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ടാവും, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അതൊക്കെ പോയി വലിച്ച് കഴിക്കും. ബാഗ് സെ ഗുസർത്തെ പർ ആം യാ അമൃത് ദൗഡ്നെ ലഗ്താ ഹെ. അതുപോലെ തന്നെ തോട്ടത്തിലൂടെ കടന്നു പോകണ മാങ്ങയോ അതുപോലെ തന്നെ അമൃത് പേരയ്ക്കോ ഒക്കെ പറിക്കാൻ ഉണ്ടാവും, അതൊക്കെ പോയി പറിക്കും. നാലേക്കോ ഉദർ സെ ഇധർ ഓർ ഇധർ സെ ഉദർ ജലാങ് ലഗാക്കർ പാർ കർനെ കാ ഗേൽ ഗേൽനെ ലഗ്താ ഹെ. അതുപോലെ തന്നെ കുളം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ ഒരു ചാല് പോലെ, അപ്പോൾ അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ചാടി മുറിച്ച് കിടക്കുന്ന കളിയുണ്ട്. ഒരു ചെറിയൊരു ചാല് പോലെ ഉണ്ടാവും, അതിൽ എന്താണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും ചാടിയിട്ടൊക്കെ കളിക്കും. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്ക്. അതുപോലെ തന്നെ നദിയുടെ പാലം വേഗത്തിൽ കടക്കാൻ വേണ്ടിയിട്ട് കർണേക്ക് ബജായ് ഉസ്കെ മുണ്ടേർ സെ ടിക്കർ നീച്ചെ ബദി നദി കോ നിഹാർനെ ലഗ്താ ഹെ. അങ്ങനെ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, അതിൻ്റെ സൈഡിൽ കയറി നിന്നിട്ട് താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും. ഈ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഏക് ദിൻ തോ നട്കട്നെ ഹദ് ഹി കർ ദി. दोनों भाई स्कूल से लौट रहे थे. नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. ഒരു ദിവസം നട്കട്ട് എന്ത് ചെയ്തു, അവൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചു. വികൃതി ഉണ്ട് ശരിയാണ്, പക്ഷെ വികൃതിയുടെ ഒരു പീക്കിലെത്തി. എന്ത് ചെയ്തു എന്നാ പറയുന്നത്, എപ്പോഴും എന്ത് ചെയ്യും, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ നദി ക്രോസ് ചെയ്യാൻ ഒരു പാലമുണ്ട്, ആ പാലത്തിൽ കയറുന്നതിന് പകരം എന്ത് ചെയ്തു, നദിയുടെ താഴേക്കുള്ള ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി. बस्ते में पहले से बनाकर रखी हुई कागज़ की 2 नावें निकाली. അതിനുശേഷം ബാഗിൽ 2 കടലാസ് തോണിയുണ്ട്, കടലാസ് ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ കളിക്കുന്ന ബോട്ടുകൾ വിടില്ലേ, അതുപോലെ പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പേപ്പർ ബോട്ട് 2 ബാഗിൽ നിന്ന് എടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് വെള്ളത്തിൽ വിട്ടുവൻ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നാവേ വ ചലി തോ നട്കട്ട് ഗുഷ് ഹോക്കർ താലി ബജാനെ ലഗേ. അങ്ങനെ ആ പേപ്പർ ബോട്ട് വെള്ളത്തിലൂടെ ഒഴുകുന്ന സമയത്ത് ഇവൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യും, കൈകൊട്ടും അത് നോക്കിയിട്ട്.
उधर पुल पर पहुंच चुके चटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. അങ്ങനെ പാലത്തിനരികിലെത്തിയ ചട്പട്ട് അപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത് അനിയൻ എവിടെയെന്ന്. അപ്പൊ നട്കട്ടിനെ കാണാനില്ല. ചട്പട്ട് ഘബറാ ഗയാക്കി നട്കട്ട് കഹാ ഗയേ. അങ്ങനെ ചട്പട്ട് പേടിച്ചു, ഈ നട്കട്ട് എവിടെ പോയി എന്ന് പറഞ്ഞ് പേടിക്കുകയാണ്. താലി ബജ്നെ ആവാസ് സുൻകർ നീച്ചേ ദേക്ക. അപ്പോഴാണ് ഇവൻ കൈകൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. ബോട്ട് ഓരോന്നും നദിയിൽ ഒഴുക്കിയിട്ട് ഇവൻ കൈകൊട്ടുകയാണ് സന്തോഷം കൊണ്ട്. അപ്പൊ ആ കൈകൊട്ടുന്ന സൗണ്ട് ആര് കേൾക്കും? ക്ലാപ്പ് ചെയ്യണ സൗണ്ട് നമ്മുടെ ചട്പട്ട് കേൾക്കും. तो नटखट नीचे നദി കിനാരെ ഗഡാ ദിക്ക. അങ്ങനെ നോക്കുമ്പോൾ നട്കട്ട് അവിടെ നദിയുടെ തീരത്ത് നിൽക്കുന്നു. ചട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സ ആയ. ചട്പട്ടിന് അങ്ങോട്ട് ദേഷ്യം വരും. जोर से चिल्लाकर बोला अरे छोटे तुम वहां नीचे क्या कर रहे हो. അപ്പോൾ ഒച്ചയിൽ നിലവിളിക്കും, നീ എന്താണ് അവിടെ ചെയ്യണതെന്ന് ചോദിക്കും. नटखट ने चौंकर ऊपर देखा और नदी किनारे रखा अपने बस्ता उड़ाने के लिए झुका. അപ്പോൾ നട്കട്ട് വേഗം മേലോട്ട് നോക്കുമ്പോൾ ചേട്ടൻ അവിടെ നിൽക്കണു. അങ്ങനെ വേഗം എന്ത് ചെയ്യും? ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുനിയും. അച്ചാനക് ഉസ്കാ പാവ് ഫിസല ഓർ വ പാനി മേ ഗിർ പട. അങ്ങനെ പെട്ടെന്ന് നോക്കിയതും കാല് വഴുക്കി അവൻ വെള്ളത്തിൽ വീഴാണ്. പാനി കാ ബഹാവ് തേസ് താ ഓർ നട്കട്ട് കോ തൈർനാ നഹി ആതാ താ. ഒഴുക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവൻ എന്ത് ചെയ്യാൻ അറിയില്ല, നീന്താൻ അറിയില്ലായിരുന്നു. ആർക്ക്? നട്കട്ടിന് കേട്ടോ. ചോട്ടാ സാഹി തോത്ത ബഹ് ഗയ ഡൂബ്തെ ഉദർത്തെ ദൂർ ജാനേ ലഗ. അങ്ങനെ മുങ്ങി താഴാൻ തുടങ്ങി, അവനിങ്ങനെ പോവാൻ തുടങ്ങി, ഒഴുകാൻ തുടങ്ങി. ചട്പട്ട് കോ തൈർന ആത്താത്ത. അപ്പൊ ഇത് കണ്ടു നിന്ന ചട്പട്ടിന് നീന്താൻ അറിയാം. उसने छट अपने बस्ता पीठ से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. അപ്പൊ എന്താണ്, അവന് നീന്താൻ അറിയാം. പെട്ടെന്ന് ബാഗ് പുറകിൽ നിന്ന് എടുത്ത് പാലത്തിന്റെ മേലെ വെച്ചിട്ട് നദിയിലോട്ട് ചാടി. ഓക്കെ. ദോടി ദൂർ തൈർനയ്ക്ക് ബാത്തി ഉസ്നെ നട്കട്ട് കോ പക്കഡ് ലിയ. കുറച്ച് ദൂരം നീന്തിയതിന് ശേഷം അവന് പിടുത്തം കിട്ടി നട്കട്ടിന്. അവൻ ഒഴുകിപ്പോവാണ് അല്ലെ, നട്കട്ട് ഒഴുകിപ്പോവാണ്. വേഗം പിടിച്ചു. और किनारे पर ले आया. किनारे തീരമാണ്, തീരത്തോട്ട് അടുപ്പിച്ചു. चटपट को इतना गुस्सा आ रहा था कि नटखट को 2 छप्पड़ लगाए. 2 അടി കൊടുക്കാനുള്ള ദേഷ്യം വന്നു നമ്മുടെ ചട്പട്ടിന് കേട്ടോ. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. പക്ഷെ നട്കട്ട് ഭയങ്കര പേടിച്ച് സങ്കടം വന്നിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടിക്കാൻ അവന് തോന്നിയില്ല, സ്നേഹം തോന്നി അനിയനോട്. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चटाई चटने लगी. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ അവന്റെ കൈ പിടിച്ച് സ്കൂൾ ബാഗ് വെച്ചിരിക്കുന്ന പാലത്തിലേക്ക് പോയി. അങ്ങനെ അവർ പതുക്കെ കയറി. പുൽ पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. അങ്ങനെ പാലത്തിനരികിലെത്തിയ ഉടനെ തന്നെ അവൻ എന്ത് ചെയ്തു? പൊട്ടിക്കരയാൻ തുടങ്ങി നട്കട്ട്. चटपट ने कहा अब तो तुम बह जाने से बच गए हो फिर क्यों रो रहे हो. ഇപ്പൊ നീ മുങ്ങി താഴുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, പിന്നെ നീ എന്തിനാ കരയണെന്ന് ചട്പട്ട് ചോദിക്കും. നട്കട്ട് ने रोते रोते कहा. അപ്പൊ നട്കട്ട് കരഞ്ഞുകൊണ്ട് പറയും, തും ഘർ ജാക്കർ മാ സെ മേരി ശിക്കായത്ത് കരോഗെ. നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് എന്നെ കുറിച്ച് പരാതി പറയില്ലേ ചോദിച്ചത്. പരാതി പറയുന്നാണ് അവൻ പറഞ്ഞിട്ട്. അത് ആലോചിച്ചാൽ കരയണം കേട്ടോ. വീട്ടിൽ ചെന്ന ഏട്ടൻ കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കും പറഞ്ഞിട്ടാണ് അനിയൻ കരയണത്. അഗർ ന കറു തോ. അപ്പോൾ ഇവൻ ചോദിക്കും, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? तो जो कहो नटखट का रोना बंद हो गया. അപ്പൊ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാന്ന് പറയും. तो जो कहो എന്ന് പറയും. നട്കട്ട് का रोना बंद हो गया. നട്കട്ടിന്റെ കരച്ചിൽ നിന്നു. മുझे കാഗസ് की नाव बनाना नहीं आता. എനിക്ക് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ അറിയില്ല. തും സിക്കാ ദോഗെ. നീ എന്നെ പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹേ. ഓ അതുകൊണ്ട് അതിനെന്താന്ന് പറയും. നട്കട്ട് ഖുഷ് ഹോക്കർ ബോല. നട്കട്ട് സന്തോഷത്തോടെ പറയും. पर मुझे तैरना नहीं आता. എന്നിട്ട് പറയും, എനിക്ക് നീന്താൻ അറിയില്ല, നീ എന്നെ അത് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കും. हाँ उसमें क्या. चटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंस पड़े. അതിനെന്താണെന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അങ്ങനെ രണ്ടുപേരും ചിരിക്കുന്നു. लेकिन चटपट ने नटखट का बस्ता उसे पकड़कर पुल की मुंडेर पर से अपनी बस्ता उड़ाया तो एकदम चिंतित होकर बोला. അങ്ങനെ എന്ത് ചെയ്തു?
ആ ബാഗ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പാലത്തിൽ നിന്ന് സ്വന്തം ബാഗും എടുത്തിട്ട് അവൻ ആശങ്കയോടെ ഇങ്ങനെ പറയുകയാണ്, अरे छोटे हम दोनों के कपड़े भीग गए हैं, हमें भीग कपड़े में देख माँ पूछेंगी तो क्या कहेंगे. അപ്പോൾ എന്താണ് അവൻ ആലോചിച്ചുകൊണ്ട് നിന്നത്? അനിയനോട് പറയാണ്, നമ്മുടെ 2 പേരുടെ ഡ്രസ്സും നനഞ്ഞിരിക്കുകയാണ്, നനഞ്ഞ വസ്ത്രത്തിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അമ്മ ചോദിക്കില്ലേ? ഹാ ബഡേ അബ് ആ ഏട്ടാ, സോ എന്ത് ചെയ്യാം? നട്കട്ട് ने एक पल सोचा और बोला. നട്കട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയുന്നു, ആവോ ദൗഡ് ലഗാത്തെ ഹേ, നമുക്ക് ഓടാം. കപ്പടെ അപ്പനെ ആപ് സൂഖ് ജായേങ്കെ, എന്ത് സംഭവിക്കും? ക്ലോത്ത്സ് ഒക്കെ സ്വയം ഉണങ്ങിക്കോളും, നമ്മൾ ഓടുന്നതിൻ്റെ ഇടയിൽ ആ കാറ്റ് തട്ടിയിട്ട് അത് ഉണങ്ങും. ഹാ യേ ടീക് ഹേ, ചട്പട്ട് ने अपना बस्ता पीठ पर टांगते हुए कहा. അങ്ങനെ ബാഗ് പുറകിൽ തൂക്കിക്കൊണ്ട് ചട്പട്ടും ഓക്കെ പറയും. नटखट ने भी अपना बस्ता पीठ पर टांग लिया और चटपट के बराबर खड़े होकर दौड़ शुरू करने की अंदाज में बोला. അങ്ങനെ നട്കട്ടും ബാക്കിൽ തൂക്കിയിട്ട് ചട്പട്ടിൻ്റെ അരികിൽ പോയി നിന്നു. അങ്ങനെ ഓട്ടം തുടങ്ങാൻ വേണ്ടിയിട്ട് 1 2 3 1 2 3 എന്ന് പറയും. दोनों दौड़ पड़े, രണ്ടാൾ ഓടി ഒരുമിച്ച്. ആകെ പീछे नहीं एक दूसरे का हाथ पकड़े साथ साथ. പുറകിലും മുന്നിലും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടല്ല അവർ ഓടിയത്, 2 പേരും കൈകൾ പിടിച്ചിട്ട് ഒരുമിച്ച് ഓടി. സർദിയാം അഭി ഷുറു നഹി ഹുയി ഹെ, ശൈത്യകാലം അവരുടെ ആ ഒരു ശൈത്യകാലം അവസാനിച്ചിട്ടില്ല. മോസം സാഫ്ത, കാലാവസ്ഥ തെളിഞ്ഞത് തന്നെ ആയിരുന്നു. ചട്കീലി ധൂപ് നിഗലി ഹുയി, അപ്പോൾ സൂര്യൻ ഉന്മേഷത്തോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദോനോ ഭായി മസേമേ ദൗഡ്തെ ചലേ ഗയേ, 2 സഹോദരന്മാർ സന്തോഷത്തോടെ ഓടി. നാലാ പാർക്കിയ, അവർ എന്ത് ചെയ്തു? അരുവി ക്രോസ് ചെയ്തു പോയി. ബാഗ് പാർക്കിയ, പൂന്തോട്ടം, അതുപോലെ ഗേത്ത്, ബർക്കത്ത് കോബി, പീച്ചെ ചോട് ദിയ, എല്ലാം ക്രോസ് ചെയ്ത്. കുളം, എല്ലാം ആൽമരം, ഇതെല്ലാം ക്രോസ് ചെയ്തൊരു ഓടുകയാണ്. പക്ഷെ കുളത്തിനരികിൽ എത്തിയപ്പോൾ ലേക്കിൻ പോക്കർ തക് പहुंचते पहुंचते दोनों तक गए और रुक गए. അപ്പോൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അവർ 2 പേരും ക്ഷീണിച്ചു. അങ്ങനെ അവരവിടെ നിന്നു. കപ്പടെ സൂഖ് ഗയേ ചോട്ടെ, അപ്പോൾ തുണികൾ ഉണങ്ങിയിരിക്കുന്നു അനിയാന്ന് പറയും. ചട്പട്ട് നെഹി ഹാഫ്തെ ഹുയെ ലേക്കിൻ ഗുഷ് ഹോത്തെ ഹുയെ കഹാ, ശ്വാസം ഇങ്ങനെ ഓടിയിട്ട് ഉള്ള ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് എന്നാലും സന്തോഷത്തോടെ പറയുകയാണ്, ഹാ ബഡേ അതേ ഏട്ടാ, വാ ഗൈ കപ്പടെ തോ സൂഖ് ഗയേ, ഹാ വസ്ത്രങ്ങൾ ഉണങ്ങിയിരിക്കുന്നു. നട്കട്ട് നെ ബി ഗുഷ് ഹോക്കർ കഹ, നട്കട്ടും സന്തോഷത്തോടെ പറഞ്ഞു. തബി നട്കട്ട് കോ പോക്കർ കിനാരെ ഏക് ചിക്കനി ഗിട്ടി ദിക്കായി പടി, അപ്പോഴാണ് നട്കട്ട് കുളത്തിൻ്റെ അരികിൽ ഒരു മിനുസമാർന്ന ഒരു ചരൽ കഷ്ണം കണ്ടത്. നട്കട്ട് നെ ഉസെ ഉഡാ ലിയ ഓർ തിർച്ചെ ഹോക്കർ ഉസെ, അപ്പോൾ എന്ത് ചെയ്തു? നട്കട്ട് അതിനെ എടുത്തു. അതെടുത്തിട്ട് എന്താണ്, എറിഞ്ഞു, വെള്ളത്തിലോട്ട് എറിയുകയാണ്. ഒരു കോൺ, അങ്ങനെ ഓരോതായിട്ട് ഒരു കോണിലേക്ക് ഫോക്കസ് ചെയ്ത് എറിയുകയാണ്. ഉസെ ഇസ് തരഹ ഫേങ്കാ കി ഗിട്ടി പാനി കി സതഹ് പർ ഉछलती हुई दूर तक चली गई. അതിങ്ങനെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ ആ കല്ല് ദൂരോട്ട് പോയി. ദേക്കാ ദേക്കി ചട്പട്ട് നെ ബി ഏക് ഗിട്ടി ഉഡാക്കർ ഫേങ് ദി, അത് കണ്ട് ഒരു കല്ല്, ചെറിയൊരു കല്ലെടുത്തിട്ട് ചട്പട്ടും എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേ ഗുഡുപ് ഹോ ഗയി, പക്ഷെ അവരെറിഞ്ഞ കല്ല് പെട്ടെന്ന് വെള്ളത്തിൽ എന്ത് ചെയ്തു? അങ്ങനെ പോയി, അടിയിലോട്ട് പോയി. ഇങ്ങനെ തെറിച്ച് പോയില്ല, പകരം അങ്ങനെ താഴോട്ട് പോയി. ബഡേ തുംകോ ഗിട്ടി പൈറാന നെഹി ആത്താ, അപ്പോൾ ചോദിക്കും, നിനക്ക് കല്ലിങ്ങനെ ഉരുട്ടി എറിയാൻ അറിയില്ലേ ചോദിക്കും. ഹാ ചോട്ടെ തും സിക്കാ സക്തേ ഹോ, ഹാ അനിയ നീ എന്നെ പഠിപ്പിക്കുമോ? ക്യോ നെഹി അബി ലോ, ഇപ്പൊ പഠിപ്പിച്ചു തരാം. നട്കട്ട് നെ ധ്യാൻ സെ നീച്ചെ ദേക്കർ ഏക് ഗിഡ്ഡി ഉഡായി ഓർ ചട്പട്ട് കോ ദിക്കാത്തെ ഹുയെ ബോല. അവൻ എന്ത് ചെയ്തു? ഒരു മിനുസമുള്ളൊരു കല്ലിനെയാണ് കേട്ടോ പറയുന്നത്. അവൻ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചിട്ട് താഴേക്ക് നോക്കി ഒരു മിനുസമുള്ളൊരു കല്ലെടുത്തിട്ട് അത് കാണിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, चटपट को दिखाते हुए बोला, गिट्टी ऐसे लो जो ज़्यादा भारी और ഗുർദുരി ന ഹോ, ഇങ്ങനത്തെ കല്ലെടുക്കണം, ഒരുപാട് വെയിറ്റ് ഉള്ളതും ആവരുത്, ഒരുപാട് വെയിറ്റ് കുറഞ്ഞതും ആവരുത്, മിനുസമുള്ളതായിരിക്കണം. ഹൽക്കി ഓർ ചിക്നി ഹോ ഓർ ഉസെ ഇസ് തര ഫേങ്കോ, എന്നിട്ട് അത് ഇതുപോലെ എറിയണം, ഒരു കോണിലോട്ട് നോക്കിയിട്ട് എറിയണം എന്ന് പറയും. ലേക്കിൻ അബ് തക് ചട്പട്ട് കാ ധ്യാൻ
ബൺ ചുക്കാത്ത. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഷഡ്പട്ടിന്റെ ശ്രദ്ധ മാറി. ഷഡ്പട്ടിന്റെ ശ്രദ്ധ മാറിക്കഴിഞ്ഞിരുന്നു. വ പോക്കർ കെ പാനി പർ തൈർത്തി ബതക്കോം കോ ധ്യാൻ സെ ദേഖ് രഹാ ത. അപ്പോൾ ആ കുളത്തില് നീന്തിക്കൊണ്ടിരിക്കുന്ന താറാകൂട്ടങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു ആര്? നമ്മളുടെ ഷഡ്പട്ട്. അത് നോക്കിക്കൊണ്ട് വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഷഡ്പട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളം വേർഷനാണ് ഇതിൽ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിലാണ് നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.